ഈ കാറിന്റെ സ്മൂത്ത് ആയിട്ടാണ് പോണത്. ഇങ്ങനത്തെ ഒരു കാറിനിറങ്ങി മൂന്നാറൊക്കെ ട്രിപ്പ് പോകണമെന്നല്ലേ? ഇങ്ങനത്തെ കാറൊക്കെ എന്തിനാ? ഒരു സാധനം കാറിന് നമുക്ക് ട്രിപ്പ് പോകാലോ. എത്ര നാളെ ഒരു ട്രിപ്പ് പോയിട്ട്? ട്രിപ്പ് പോകാനാണെങ്കിൽ എന്തിനാണ് ഒരു കാറങ്ങ് റെന്റിനെടുത്ത് പോയാ പോരെ? റെന്റാകുമ്പോ ഈ കാർ എന്തെങ്കിലും പറ്റിയാതെ നോക്കി നടക്കേണ്ടി വരും. സ്വന്തം കാറാണെങ്കിൽ പെട്രോൾ മാത്രം നോക്കിയാ പോരെ. ആ, സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും സ്വന്തം കാർ എന്ന് പറഞ്ഞാൽ അതല്ല എന്റെ ബ്യൂട്ടി. എന്താ ഇവനാ വാ മൂന്നാറെങ്കി മൂന്നാറ് പോവാം. സെക്കൻഡ് ഹാൻഡ് കാർ റെഡി. മൂന്നാറാ? സെക്കൻഡ് ഹാൻഡ് കാറാ? പോവാ മൂന്നാറല്ലേ? എന്താ സീറ്റ് ബെൽറ്റ് കിട്ടാനല്ല? സീറ്റ് ബെൽറ്റ് ഒക്കെ വിട്ട് മുത്തേ. സെക്കൻഡ് ഹാൻഡ് വണ്ടിയല്ലേ? വണ്ടി എത്രയാടാ? കാശൊന്നും നോക്കിയില്ല. സെക്കൻഡ് ഹാൻഡിനല്ലേ വില കുറവിനങ്ങ് തൂക്കി. ഗ്ലാസ് പൊങ്ങണില്ലല്ലോ. ആ ഡോറിലെ ഗ്ലാസ് പൊങ്ങൂല. സെക്കൻഡ് ഹാൻഡ് വണ്ടിയല്ലേ? അത് ശരി, അടിപൊളി. ചൂടെടുക്കണം, AC എങ്കിലും ഇട്. സെക്കൻഡ് ഹാൻഡ് വണ്ടിയിൽ AC വേണോ നിർബന്ധം പിടിക്കാൻ പറ്റുമോ? ബാക്ക് ഗ്ലാസ് ഒക്കെ ഓൾറെഡി തുറന്നു നടക്കണം. അപ്പൊ പിന്നെ തുറന്നങ്ങോട്ട് പോവാല്ല. സെക്കൻഡ് ഹാൻഡ് ആയാലും സ്പീക്കർ കൂടി വർക്ക് ചെയ്യാണ്ടിരിക്കുവോ? അതെങ്ങനെ മനസ്സിലായത് വർക്ക് ചെയ്യൂലെന്ന്? പാട്ടൊക്കെ എന്തിനാണ്? നമുക്ക് മിണ്ടിയും പറഞ്ഞു പോവാന്നേ. എന്നാ വണ്ടി അനങ്ങോങ്കി നമുക്ക് പോയാലാ? എന്താടാ വണ്ടി നീങ്ങാത്തത്? ഇനി സെക്കൻഡ് ഹാൻഡ് ആയോണ്ടായിരിക്കോ? ഇറങ്ങ്. എവിടെ നിന്ന് എടുത്തുന്ന്? ആൻഡ്രൂസിന്റെ വർക്ക്ഷോപ്പിൽ നിന്ന്. ആൻഡ്രൂസിന്റെ സെക്കൻഡ് ആണെങ്കിലും തേർഡ് ആണെങ്കിലും എടുക്കുമ്പോ നല്ല സ്ഥലത്ത് നിന്ന് എടുക്കണം. ഞങ്ങളോട് ഒരു വാക്ക് ചോദിക്കണ്ടേ എടുക്കുമ്പോ? ചോദിക്കണ്ടേ? അങ്ങനെയാണ് സ്പിന്നിന്ന് യൂസർ കാർഡ്സ് ഫ്രഷ് പോലെ എടുക്കാറുണ്ട്. പിന്നല്ല. സ്പിന്നിയാ? കേട്ടിട്ടില്ല അല്ലേ? ഇല്ല. സ്പിന്നി വാ കാണിച്ചു തരാ. ഇതിനും നിന്റെ മിനിയേച്ചർ കാറായിരുന്നു. കണ്ടാ, ഇതാണ് സ്പിന്നി. വായങ്ങട്. ഇവിടുത്തെ ഓരോ കാർ 200-ലധികം ക്വാളിറ്റി പോയിന്റ്സ് ചെക്ക് ചെയ്തായിരിക്കും. പിന്നെ എഞ്ചിൻ, ബോഡി, ആക്സിഡന്റ് ഹിസ്റ്ററി, സേഫ്റ്റി എല്ലാം പരിശോധിച്ചായിരിക്കും. പിന്നെ ഓഡോമീറ്റർ റീഡിങ് 100% ജെന്യൂനാ. സർവീസ് ഹിസ്റ്ററി വെരിഫൈഡ് ആണ്. ആ, പിന്നെ പ്രൈസ് ഫിക്സ്ഡ് ആണ്. ബാർഗൈനിങ് ഇല്ല. ചുമ്മാ പിന്നെ പറയരുത്. പിന്നെ ഹിഡൻ ചാർജും ഇല്ല. പിന്നെ 3 വർഷം വാറണ്ടി ഉണ്ട്. 5 ദിവസം നിനക്ക് വണ്ടി ഉപയോഗിച്ചൊക്കെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഫുൾ റീഫണ്ട്. ആഹാ, കൊള്ളാല പരിപാടി. ആ, അതുപോലെ പേപ്പർ വർക്ക് എല്ലാം ക്ലിയർ ആണ്. RC, ഇൻഷുറൻസ്, ഓണർഷിപ്പ് ഹിസ്റ്ററി എല്ലാം വെരിഫൈഡ് ആണ്. സ്പിന്നിക്കൊപ്പം പോയല്ലേ നിനക്ക് ലക്ഷങ്ങൾ സേവ് ചെയ്യാം. അപ്പൊ ഇതാണല്ലേ യൂസ്ഡ് കാറിന്റെ കൊട്ടാരോ എന്ന് പറയണത്? ഇതിന്റെ അംബാസിഡർ ഇൻവെസ്റ്റർ ഒക്കെ ആരാന്നറിയോ? ഇല്ല. സച്ചിൻ ടെണ്ടുൽക്കർ.